എന്നെ അലട്ടുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അടിസ്ഥാന ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന നിസ്വരായ സ്ത്രീകൾ യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും നേടാതെ തുച്ഛമായ പണം വാങ്ങി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് പ്രശ്നം. ഇതൊരു സെൻട്രൽ സ്കീമാണ്. 60% തുക ഈ ഇൻസെൻറ്റീവ് പോർഷനായിട്ട് കേന്ദ്രം നൽകേണ്ടതാണ്. ആ ഫിക്സഡ് മന്ത്ലി ഇൻസെൻറ്റീവ് എന്നുള്ള കേന്ദ്രം പ്രഖ്യാപിച്ച ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുകയും സംസ്ഥാനത്തിന്റെ ഓണറേറിയം അതിന് ആനുപാതികമായി വർദ്ധിപ്പിക്കുകയും ചെയ്താൽ 21,000 രൂപ പ്രതിമാസം കിട്ടുന്ന വിധത്തിൽ എല്ലാ ആശമാർക്കും സന്തോഷകരമായ ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങളുടെ പോർഷൻ നിങ്ങൾ ചെയ്യാത്തത് എന്ത് എന്ന ചോദ്യമാണ് ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഞാൻ അങ്ങയോട് ചോദിച്ചത്. ഇപ്പോൾ ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അഭിലാഷേ, നിങ്ങളുടെ അസ്വസ്ഥത എനിക്ക് ബോധ്യപ്പെട്ടാലും ആ അസ്വസ്ഥത എത്ര കാലം കൊണ്ട് മാറുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ അസ്വസ്ഥത ഇന്നലെ വരെ ഇതായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കും. വ്യത്യാസം നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ സഹോദരി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് അവർ ഒരു മാനുഷികമായ പരിഗണന ഒരിടത്തു നിന്നും ലഭിക്കുന്നില്ലെന്നും അവർ ഇതിനേക്കാൾ ആനുകൂല്യത്തിന് അർഹരാണ് എന്നുള്ള നഗ്നമായ യാഥാർത്ഥ്യമാണ് ഈ സമരം നമ്മുടെ മുമ്പാകെ വയ്ക്കുന്നത്. പക്ഷേ ഈ സമരത്തോട് നാം ഇവിടെ ഇരുന്ന് നിഷ്പക്ഷത അഭിനയിക്കുമ്പോഴും ഇരു വിഭാഗങ്ങളുടെയും മനോഭാവത്തെയാണ് നമ്മൾ കാണുന്നത്. അഭിലാഷ് പ്രയോഗിച്ച ഒരു പ്രയോഗം അഭിലാഷ് ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഈ ശാലിനിയോട് ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് സുരേഷ് ഗോപി വന്നപ്പോൾ സന്തോഷ പുളകിതരാവുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് കൈയടിച്ചു? താങ്കളുടെ അസ്വസ്ഥതയുടെ ഉത്തരം കൃത്യമായിട്ട് അവിടെയുണ്ട്. അതല്ലേ ഞാൻ അങ്ങയോട് നേരത്തെ ചോദിച്ചത്. നിങ്ങൾ കൊടുക്കാനുള്ള പൈസ കൊടുക്കണ്ടേ? ഫിക്സഡ് മന്ത്ലി ഇൻസെന്റീവ് 5,000 6,000 ആക്കണ്ടേ? കൂട്ടണ്ടേ? അത് കൂട്ടാതെ വന്നിട്ട് വരുമ്പോഴാണല്ലോ ഈ പ്രശ്നം. അത് തന്നെ. അതിലെന്താ കുഴപ്പമെന്താ? തീർന്നോ? ഇനി ഞാൻ മിണ്ടിക്കോട്ടെയോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഇനി ആവർത്തിച്ച് പറയാൻ ആവശ്യം അല്ല. അങ്ങ് പറഞ്ഞോളൂ. അല്ല, ചോദിക്കാനുള്ളത് മുഴുവനായിട്ട് ചോദിക്കാം. എന്റെ വായയുടെ മുകളിൽ ഒരു പ്ലാസ്റ്ററും കൂടി ഒട്ടിച്ചിട്ട് അല്ല, ഇപ്പൊ തന്നെ ചോദിക്കാം. പിന്നെ ബാക്കി തുടർന്ന് പറയാലോ. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ചർച്ചയാവില്ല. അല്ല, ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാം. നിഷ്പക്ഷതയാണെങ്കിൽ വിലയിരുത്തേണ്ടത് മാധ്യമങ്ങളുടെ ശ്രോതാക്കളാണ്. ശ്രോതാക്കൾ നിങ്ങളും ഞാനും പറയുന്നത് കേൾക്കട്ടെ. ശരി, അങ്ങനെയാണ് ഞാൻ വിശകലനം ചെയ്യാനുള്ള ബൗദ്ധിക ഔന്നത്യത്വം ഈ നാട്ടിലെ വോട്ടർമാർക്കും പ്രേക്ഷകർക്കും ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ അസ്വസ്ഥമാക്കുന്നത് എന്താണ്? നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റാമെന്ന് പറഞ്ഞു. ആ സമരപ്പന്തലിൽ അവർ നൽകിയ മഴ നനഞ്ഞ പോളിത്തീൻ ബാഗ് കീറിയവനോട് അവർക്കൊരു കുട കൊടുത്തപ്പോൾ അവർ വേറെ എന്തോ കൊടുത്തു എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവൻ വരുമ്പോൾ അവർ ചില സന്തോഷമൊക്കെ പ്രകടിപ്പിക്കും അഭിലാഷേ. മറിച്ച് അവരുടെ ടാർപോളിൻ കീറിയവൻ വരുമ്പോൾ അവർ കല്ലെടുത്തെറിയും. അവരുടെ അനുഭാവപൂർവമായ സമരത്തോട് പ്രതികരിക്കുമ്പോൾ കേന്ദ്രം പോരാ, കൂടുതൽ നൽകാം, നമ്മൾ തയ്യാറാണ്, വിലയിരുത്തൽ കാര്യങ്ങൾ നടത്തുന്നു. പക്ഷെ ഇന്നലെ വരെ ചർച്ച എന്തായിരുന്നു അഭിലാഷേ? കേന്ദ്രം നമുക്ക് കുടിശ്ശിക തരാനുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെ ചെയ്ത ശ്രമം എന്തായിരുന്നു? കേന്ദ്രമാണ് ഓണറേറിയവും ഈ ഇൻസെന്റീവും കൊടുക്കാനുള്ള ആനുകൂല്യം കൊടുക്കാത്തത്. യാതൊരു ആ കളവ് പറഞ്ഞതെടുത്ത് അത് ഇന്ന് കൃത്യം. ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, അങ്ങനെ ഓണറേറിയം കൊടുക്കേണ്ടത് കേന്ദ്രമാണ് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഓണറേറിയം ആദ്യം പ്രഖ്യാപിച്ചത് VS സർക്കാരിന്റെ കാലത്താണ്. പിന്നീട് UDF സർക്കാരിന്റെ കാലത്ത് അത് 100 രൂപ വെച്ച് കൂട്ടി ഓരോ മാസവും. പിന്നീട് കഴിഞ്ഞ സർക്കാരിന്റെ കൂട്ടത്തിൽ കൂട്ടി. ഇത് ഓണറേറിയം കൊടുക്കേണ്ടതും ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടതും സംസ്ഥാനമാണ്. പറഞ്ഞ കള്ളമാണ് എന്ന് ആരും ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞു. താങ്കൾ മാധ്യമങ്ങൾ പറഞ്ഞതാണ് പറഞ്ഞത്. ഞാനത് വിശദീകരിക്കാം. ഓണറേറിയം കൊടുക്കേണ്ടതും ഓണറേറിയം കൂട്ടേണ്ടതും സംസ്ഥാനമാണ്. ഇൻസെന്റീവ് കൂട്ടേണ്ടതും ഇൻസെന്റീവ് കൊടുക്കേണ്ടതും കേന്ദ്രമാണ്. ഇതിലൊക്കെ എന്തിനാണ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? സമരത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകണം. കേരളത്തിലെ കേന്ദ്ര വിരുദ്ധ സമരമായി ചിത്രീകരിക്കണം. കേന്ദ്രം ആനുകൂല്യം കൊടുക്കുന്നില്ല, കേന്ദ്രം കുടിശ്ശിക കൊടുക്കാനുണ്ട്, കേന്ദ്രമാണ് ഉത്തരവാദി എന്ന് വരുത്തി തീർക്കണം. പക്ഷേ ഇന്നലത്തേതോടുകൂടി ചിത്രം മാറി. കാരണം കേരളം കോടികൾ കൊടുക്കുന്ന കേരളത്തിന്റെ ലൈസൺ ഓഫീസർ ധനകാര്യമന്ത്രിയുടെ കയ്യിൽ ചെന്നപ്പോൾ കണക്കും കയ്യുമില്ലാതെ ചെന്നപ്പോൾ ചോദിച്ചപ്പോൾ തിരിച്ചോടേണ്ടി വന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ വളരെ കൃത്യമായിട്ട് ഇന്നത്തെ ചർച്ചയിൽ പാർലമെന്റിനകത്ത് എന്ത് പണമാണ് കേരളം കൊടുക്കാനുള്ളത്? അപ്പൊ കുടിശ്ശിക കൊടുക്കാനില്ല. എന്നിട്ട് ഇവർക്ക് ആനുകൂല്യം കിട്ടാത്തതിന് മാത്രമല്ല അവരെ തല്ലി ഓടിക്കുകയും ആ സമരത്തെ അവരെ വെയിലത്തും മഴയത്തും മാത്രമല്ല സമരത്തോ ഇടതുപക്ഷ ഗവൺമെന്റിന് ഇന്നേ വരെ പുലർത്താത്ത രൂപത്തിൽ കരിങ്കാലികളോട് പെരുമാറുന്ന രൂപത്തിൽ കേസുകൾ എടുത്ത് അവരെ ബുദ്ധിമുട്ടിപ്പിച്ചപ്പോൾ മനുഷ്യാവകാശരായ നിഷ്പക്ഷരായ കേരളത്തിലെ പലരെയും അസ്വസ്ഥരാക്കിയില്ലെന്ന് മാത്രമല്ല അവർക്ക് ആകെ അസ്വസ്ഥത എന്താ? സുരേഷ് ഗോപി വന്നപ്പോൾ നിങ്ങൾ ആനന്ദ പുളകിതരായത് എന്തുകൊണ്ട്?
നിങ്ങൾ അതിന്റെ കാരണം എന്താണ് ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ? അവർക്ക് തിരിച്ചറിയാനുള്ള കെൽപ്പുണ്ട്. അനുഭവം പ്രകടിപ്പിക്കുന്നവർ, അവരെ സഹായിക്കുന്നവർ, കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ കൊണ്ടുപോകുന്നവർ, അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിച്ച് മനുഷ്യരായി കാണാമെന്ന് പറയുന്നവരെ വരുമ്പോൾ അവർ സ്വീകരിക്കും. നാളിതുവരെ കേരളം NHMന്റെ പണം കേരളത്തിന് മുഴുവനായിട്ട് നൽകി എന്ന് കേന്ദ്രം പറയുന്നു. കഴിഞ്ഞ വർഷം ഒന്നും കിട്ടിയിട്ടില്ല എന്ന് സംസ്ഥാനം പറയുന്നു. രണ്ടു കൂട്ടരും പറയുന്നു രണ്ട് ക്ലെയിമുകൾ. അതിന്റെ വസ്തുതകൾ വരട്ടെ, ഇനിയും നമുക്ക് കാത്തിരിക്കാം. എന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുരേഷ് ഗോപി ഈ ആശമാരെ കണ്ടതിന് ശേഷമാണ് ഡൽഹിക്ക് പോയത്. അദ്ദേഹം വീണ്ടും തിരികെ വരികയാണ്. ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തും. നിങ്ങളുടെ ഫിക്സഡ് മന്ത്ലി ഇൻസെന്റീവ് അത് കേന്ദ്രം പ്രഖ്യാപിച്ചതാണ്. ആ ഫിക്സഡ് മന്ത്ലി ഇൻസെന്റീവ് 6000 ആക്കുന്നു എന്ന് ആ സമരപന്തലിൽ പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ചു പോയത് ചിലപ്പോൾ തെറ്റായിരിക്കാം. ആശമാരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോ ഈ വിഷയം അഡ്രസ് ചെയ്യുന്ന, ഈ വിഷയത്തിൽ ഇടപെട്ട ഒരാൾ, ആ വിഷയത്തിൽ ഇടപെട്ട ഒരാൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഷെയർ, ഞങ്ങളുടെ പോർഷൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്നായിരുന്നുവെങ്കിൽ അത് കൊള്ളാമായിരുന്നു. അത്രേ അഭിലാഷ് ആഗ്രഹിക്കുന്ന മാതിരി കാര്യങ്ങൾ വരണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ നമുക്ക്? അല്ല, എനിക്ക് നിർബന്ധം പ്രശ്നമല്ല ഇത്. ആഗ്രഹിക്കുന്നത് നല്ലതാണ്, പക്ഷെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും ഈ ആഗ്രഹം ആശാവർക്കർമാരുടെ നന്മയല്ലേ അഭിലാഷ നിങ്ങളും ഞാനും ആഗ്രഹിച്ചത്? അല്ല, ആശാവർക്കർമാരുടെ നന്മയാണല്ലോ അഭിലാഷ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ അഭിലാഷിന്റെ നന്മയിൽ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു നമ്മൾ ഇനിയും കൂട്ടിക്കൊടുക്കണം. കേരളം കൊടുത്തോ അഭിലാഷേ? കേരളം കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പോരാ, ഇത്ര രൂപ കൂട്ടി എന്ന് പറയണം, അത് പ്രഖ്യാപിക്കണം, അതിന് ഉത്തരവിറങ്ങണം. അത്രേ ഉള്ളൂ. ആശാവർക്കർമാരെന്ന് പറയുന്നത് ഞങ്ങൾ കൂട്ടും എന്നല്ല പറയേണ്ടത്, കൂട്ടിയതായുള്ള പ്രഖ്യാപനമാണ് വേണ്ടത്. കൂട്ടിക്കൊണ്ട് ഉത്തരവിറക്കുകയാണ് വേണ്ടത്. അതിനൊന്നും ഒരു വ്യക്തത കുറവില്ല.